തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത്. ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത്. കലാശക്കൊട്ടിൽ റോഡ് ഷോകളും ബൈക്ക് റാലികളുമായി മുന്നണികൾ നഗരഗ്രാമ വീഥികൾ കൈയടക്കി. മന്ത്രിമാർ, MLA മാർ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കൊട്ടിക്കലാശത്തിന് ആവേശം കൊള്ളിച്ച് പലയിടങ്ങളിലായി പങ്കെടുത്തു. പൊതുവെ സമാധാനപരമായിരുന്നു കൊട്ടിക്കലാശം. സർക്കാർ വീഴ്ചകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു UDF-ന്റെ പ്രചരണം. കഴിഞ്ഞ 9 വർഷമായി ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ വീഴ്ചകളും അഴിമതിയും സാധാരണ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടിയായിരുന്നു പ്രചരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ദേശീയപാത അഴിമതി, വയനാട് പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും UDF ചർച്ചയാക്കിയിരുന്നു. വികസനത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടവും ആയുധമാക്കിയായിരുന്നു LDF കളത്തിലിറങ്ങിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ LDF സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് LDF വിജയത്തിന് കാരണമാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പദവിയും അടിസ്ഥാന രംഗങ്ങളിലെ അത്ഭുത വളർച്ചയും ഇടതിന് അനുകൂലമായ വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ഇടതുവലതു മുന്നണികൾ മുൻപോട്ട് വയ്ക്കുന്ന തട്ടിപ്പിന്റെ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടാനായിരുന്നു NDA-യുടെ ശ്രമം. ശബരിമലയെ പോലും വെറുതെ വിടാത്ത കൊള്ളക്കാരെ ജനം കൈവിടുമെന്നും പീഡനക്കേസിലെ പ്രതിയായ MLA-യെ സംരക്ഷിച്ച UDF-നെ ജനം തള്ളുമെന്നാണ് NDA-യുടെ പ്രതീക്ഷ. മീഡിയ ടൈം, കൊച്ചി.